കേരളത്തിന് 10,000 കോടിയുടെ വരെ നഷ്ടമുണ്ടാകുമെങ്കിലും GST പരിഷ്കരണത്തെ വലിയ രീതിയിൽ എതിർക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നയം. ജനങ്ങൾക്ക് വിലക്കുറവ് കിട്ടുന്ന പരിഷ്കാരത്തെ എതിർത്താൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് കാരണം. പകരം സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വിശദീകരിച്ച് കേന്ദ്രം നഷ്ടപരിഹാരം നൽകിയേ പറ്റൂ എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. കേൾക്കാം. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വരുമാനത്തിന് വലിയ കുറവുണ്ട്. അതിനെപ്പറ്റി ഒരു കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് തന്നിട്ടേ ഇല്ല കേന്ദ്ര ഗവൺമെൻറ്. ഒരു പഠനവും നടത്താതെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടത്തുന്നത്. ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസിനെ വെച്ചൊരു പഠനം നടത്തിയപ്പോൾ നമുക്ക് 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം നഷ്ടം വരുമെന്നാണ് കണ്ടത്. ഇത് പ്രാഥമിക പഠനമാണ്. 40% സംസ്ഥാനത്തിൻ്റെ വരുമാനം GST നിന്ന് കിട്ടുന്ന ഒരു സംവിധാനത്തിൽ വീണ്ടും വെട്ടിക്കുറവ് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ വല്ലാത്ത പ്രതിസന്ധി പോകും. കാരണം അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലാതാവും. അത് ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇത് സംസ്ഥാനങ്ങളുടെ നടുവൊടിക്കും, രാജ്യത്തിൻ്റെ നടുവൊടിക്കും. ഓക്കെ, നമുക്കൊപ്പം റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഈ GST പരിഷ്കരണത്തെ കോൺഗ്രസ് എതിർത്തിരുന്നത് ഗബ്ബാർ സിംഗ് ടാക്സ് എന്നായിരുന്നു. ഇത് സംസ്ഥാന സർക്കാർ വരുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടം അത് കോമ്പൻസേഷനായിട്ട് നൽകണം. ഇത് മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പാക്കിയ പരിഷ്കാരം, തുഗ്ലക് പരിഷ്കാരം എന്ന നിലയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇതിനെ വിമർശിച്ചത്. പക്ഷേ ഇപ്പോൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഗുണം കിട്ടിത്തുടങ്ങിയപ്പോൾ പ്രത്യക്ഷത്തിൽ എതിർക്കേണ്ടതില്ല എന്നാണോ തീരുമാനം? അതേസമയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തി പ്രചരണം സംഘടിപ്പിക്കുമോ സർക്കാർ? എന്താണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട്? മയപ്പെടുത്തിയോ? അരുൺകുമാർ, GST പരിഷ്കരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥ ചെകുത്താനും കടലിനും നടുവിലെന്നതാണ്. ഇതിനെ അനുകൂലിക്കുകയാണെങ്കിൽ 8,000 മുതൽ 10,000 കോടി വരെയാണ് സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാകുന്നത്. അത് സർക്കാരിനെ സമൂലമായി എല്ലാ മേഖലയിലും ബാധിക്കും. ഇനി ഈ പരിഷ്കാരത്തിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ ഈ പരിഷ്കാരം കൊണ്ട് ഗുണമുണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്കാണ്, ഉപഭോക്താക്കൾക്കാണ്. ഈ ഉപഭോക്താക്കൾക്ക് ഗുണം കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പരിഷ്കാരത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിൽക്കുന്നു എന്ന ധ്വനി വരും. അത് BJP ഇല്ലെങ്കിൽ അതുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. 3 മാസം കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ അതിലേക്ക് പോകേണ്ടതില്ലെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. പകരം ആശങ്ക കേന്ദ്രത്തെ അറിയിക്കും. ഈ 10,000 കോടി രൂപ കുറവ് വരുമ്പോൾ അത് പരിഹരിക്കാൻ പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ സെസ്സോ വഴിയൊക്കെ പണം നൽകണം എന്ന ആവശ്യമായിരിക്കും കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനം വെക്കാൻ പോവുക. അരുൺ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.